ഹലോ കൂട്ടുകാരെ, പഴനി ട്രിപ്പിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞങ്ങൾ നേരെ രാവിലെ കറങ്ങാൻ ഇറങ്ങിയതാണ്. അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. ഇപ്പോൾ ഈ എൻട്രി വഴി നമ്മളെ മുകളിലോട്ട് കടത്തി വിടുന്നില്ല. കുറച്ചങ്ങോട്ട് മാറി വേറൊരു എൻട്രി ഉണ്ട്, അതുവഴിയാണ് നമ്മൾ കടത്തി വിടുന്നത്. നമ്മൾ ചെക്ക് ചെയ്തിട്ടേ കടത്തി വിടുകയുള്ളൂ. മൊബൈൽ അലൗഡ് അല്ല. ഒന്നെങ്കിൽ നമ്മൾ മൊബൈൽ റൂമിൽ വെച്ചിട്ട് വരണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് മാറി തൊട്ടടുത്തൊരു കൗണ്ടർ ഉണ്ട്. അവിടെ നമുക്ക് 5 രൂപ കൊടുത്താൽ മൊബൈൽ സൂക്ഷിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. ഫുഡൊന്നും അത്ര തൃപ്തികരമല്ല. പിന്നെ ചെക്കൗട്ടിനുള്ള സമയമായി. ലഗേജ് എല്ലാം വണ്ടി കയറ്റി ഞങ്ങൾ ഇനി നേരെ പോകുന്നത് കമ്പത്തോട്ടാണ്. പോകുന്ന വഴിക്ക് സി എൻ ജി അടിക്കാൻ വേണ്ടി കയറിയതാണ്. കേരളത്തിലേക്കുള്ള 5 രൂപ കുറവുണ്ട് ഇവിടെ സി എൻ ജിക്ക്. തമിഴ്നാട്ടിലെ റോഡുകളിൽ കൂടെ വാഹനം ഓടിക്കാൻ നല്ല സുഖമാണ്, നല്ല റോഡുകളാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെന്നത് വൈഗ അണക്കെട്ടിലാണ്. ഇതാണ് അണക്കെട്ടിൻ്റെ മെയിൻ എൻട്രൻസ്. ഇത് അണക്കെട്ടിൻ്റെ വ്യൂ ആണ്. നല്ലൊരു വലിയൊരു അണക്കെട്ടാണ്. വലിയ തിരക്കൊന്നുമില്ല. പോകുന്ന വഴി സമയമുള്ളതുകൊണ്ട് കയറിയതാണ്. ഇത് അണക്കെട്ടിൻ്റെ മുൻവശമാണ്. അവിടെ ഞാൻ ചെന്ന സമയത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് വരുന്ന വെള്ളങ്ങളാണ് കാണുന്നത്. അങ്ങനെ അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ഇനി നേരെ പോകാൻ പോകുന്നത് കമ്പത്തോട്ടാണ്. പോകുന്ന വഴിക്ക് കുറച്ച് ഗ്രാമപ്രദേശത്തുള്ള ഏരിയ വഴിയാണ് പോയത്. നല്ല രസമായിരുന്നു അതുവഴി യാത്ര ചെയ്യാനായിട്ട്. ചെറിയ ചെറിയ വീടുകളും അവിടുത്തെ കാഴ്ചകളും വളരെ മനോഹരമായിരുന്നു. അത് കഴിഞ്ഞ് നേരെ എത്തിയത് കമ്പത്താണ്, ജെനീസ് ഗ്രേപ്സിലാണ്. മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി പോകുന്നതാണ്. ഫാമിലിയായിട്ട് വരാൻ പറ്റിയ നല്ല സൂപ്പർ സ്ഥലമാണ് ഇവിടെ. ഇവിടെ അടുത്ത് തന്നെ വേറെ 2-3 തോട്ടങ്ങളുണ്ട്. നേരെ ഫാമിലിയായിട്ട് നേരെ ഉള്ളിലോട്ട് കയറി. ഇവിടെ ലൈവായിട്ട് നമുക്ക് മുന്തിരി ജ്യൂസ് അടിച്ചു തരുന്നതാണ്. പിന്നെ ഒരു പെട്ടി മുന്തിരിയൊക്കെ മേടിച്ചു. ഞങ്ങൾ നേരെ ഇനി പോവുകയാണ്. കുമളി ചുരം കയറുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ഈ കാണുന്ന പൈപ്പ് വഴിയാണ് മുല്ലപ്പെരിയാറും തമിഴ്നാട്ടിലോട്ട് വെള്ളം പോകുന്നത്. അങ്ങനെ നമ്മൾ കേരള തമിഴ്നാട് ബോർഡർ എത്തിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് കേരള ബോർഡർ. അത് കഴിഞ്ഞു നേരെ കേരളത്തിലോട്ട് കയറി. അപ്പോൾ ഒരാശ്വാസം തമിഴ്നാട്ടിൽ നിന്ന് വന്നതിൻ്റെ. ഇനി നേരെ ചെന്നത് വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടത്തിലോട്ടാണ്. കാര്യമായിട്ട് വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇനി അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.